ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വാഴക്കൂമ്പ് ചെറുപയറും തോരനൊന്നും ഉണ്ടാക്കിയാലോ. അപ്പോൾ വാഴക്കൂമ്പ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുപയർ തലേന്ന് കുതിർത്തി വെച്ചത് 2-3 വിസിലിൽ വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയുള്ളി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇവയെല്ലാം ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം, നന്നായിട്ട് അരയാനും പാടില്ല. ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് സമയത്തേക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ സമയത്തിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പും ചെറുപയറും തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.